ഹലോ, ഇന്ന് പേപ്പർ വെച്ചിട്ടൊരു ഓർഗനൈസർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്റിമീറ്ററൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ 2 പേപ്പറിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിത് ഐവറി ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് പേപ്പറാണുള്ളത് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ സെൻറ്റിമീറ്ററും കാര്യങ്ങളൊക്കെ നോക്കി അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ 2 പേപ്പറും ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിതിൽ 2 ബോക്സാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്ന ബോക്സിൽ ഞാൻ ഇതുപോലെ ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. പർപ്പിൾ കളർ വെച്ചിട്ടും യെല്ലോ കളർ വെച്ചിട്ടുമാണ് ഞാൻ ലൈൻസ് വരച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ നടുവിലെ ലൈൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബോക്സ് ആക്കി എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മടക്കി എടുക്കണം. വരച്ചു കൊടുത്ത എല്ലാ ലൈൻസും സ്കെയിൽ വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സ് ആക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടും. ഇനി ഇത് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷൻ ഒട്ടിക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോക്സ് ആയിട്ട് കിട്ടും. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് അടുത്ത ബോക്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ടുള്ള പേപ്പർ എടുത്തിട്ട് അതും സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ബോക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നടുവത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഒട്ടിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഈ നടുവിലത്തെ പേപ്പറിലേക്ക് സൈഡത്തെ പേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് ബോക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് മുകളിലേക്കായിട്ട് വരുന്ന ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി ഉള്ളിലേക്കായിട്ട് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡും ചെയ്തെടുത്താൽ നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ഇനി ഈ ഒരു ബോക്സിനെ എടുത്തിട്ട് മറ്റേ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുന്നത്. ലോങ് വീഡിയോസ് എത്ര തന്നെ ആൾക്കാർ കണ്ടാലും ലൈക്ക് കുറവായിരിക്കും. അപ്പോൾ ലൈക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ 2 സൈഡും ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അങ്ങനെ ഞാനിങ്ങനെ 3 സെറ്റ് ഓഫ് ബോക്സസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഹാൻഡിൽ കൊടുത്തിട്ട് ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലൂ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മളുടെ അടുത്തുള്ള കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാനും പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇതിലിട്ട് വെക്കാൻ പറ്റില്ല. നമ്മൾ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.